സിനിമയിൽ നായികയായ പെണ്ണ് പിൽക്കാലത്ത് ജീവിതസഖിയായി. ബീന എന്ന ചിത്രത്തിലൂടെ പ്രണയബദ്ധരായ സത്താറും ജയഭാരതിയും വിവാഹിതരാവുകയും ഉണ്ണി എന്ന മകന്റെ ജനനത്തോടെ വഴിപിരിയുകയും ചെയ്തു. അല്ല, അത് എനിക്ക് പറഞ്ഞു വെച്ചിരുന്ന പെണ്ണായിരുന്നു. അതുകൊണ്ട് എനിക്ക് കെട്ടേണ്ടി വന്നു. നമ്മൾ പണ്ട് പറയുന്ന പോലെ ഒരു വീട് കെട്ടുന്നതും വിവാഹം കഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ നിശ്ചയിക്കുന്നതാണ്, അല്ലെങ്കിൽ ദൈവം നിശ്ചയിക്കുന്നതാണ്. അത് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. അതിൽ നമ്മൾ എന്തിനാണ് കുണ്ടിത്തപ്പെടുന്നത്? വിഷമിക്കണം എന്തിനാണ്? അത് ശരിയായില്ല എന്നുള്ളത് ചിലപ്പോൾ അത് നമ്മുടെ കുഴപ്പം കൊണ്ടായിരിക്കാം, രണ്ടുപേരുടെ കുഴപ്പം കൊണ്ടായിരിക്കാം. ആണ്, കാരണം എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ ജീവിതം. രണ്ട് കൈയും കൂടി അടിച്ചാലേ വച്ചേക്കുള്ളൂ. എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൂടാ? അത് അഹങ്കാരം, മനുഷ്യൻ്റെ അഹങ്കാരം. അത് കുറച്ച് തണുപ്പിച്ച് വെള്ളമൊഴിച്ച് ആളിക്കെത്തിക്കഴിഞ്ഞാൽ എല്ലാത്തിനും തീ പടർന്ന് പിടിക്കും. വെള്ളമൊഴിച്ച് കത്തേണ്ട അളവിനെ കത്താൻ പാടുള്ളൂ, രണ്ട് സൈഡിൽ നിന്ന്. അത് കൂടിക്കഴിഞ്ഞാൽ എല്ലാം കത്തിപ്പോവും. അത്രയേ ഉള്ളൂ. ലാഘവത്തോടുകൂടി എടുക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഭാരതി ഞാൻ വിളിക്കാറുണ്ട്, ഭാരതി വിളിക്കാറുണ്ട്. ഇറ്റ്സ് എ മാറ്റർ. ഒന്നിച്ച് ജീവിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ ഒന്നിച്ച് കാണാറുണ്ട്. ഒന്ന് ജീവിക്കുന്നത് ഇറ്റ് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. ഇപ്പോൾ എത്രയോ പേര് ഒന്നിച്ച് ജീവിക്കുന്നു, എല്ലാവരും സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് നമുക്ക് തറപ്പിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. ചിലർ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ സുഖകരമാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്ത് സുഖമായിട്ട് ജീവിച്ചുകൂടാ? പ്രത്യേകിച്ച് ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ഓർത്തില്ലെങ്കിൽ കൂടി കുട്ടിയെങ്കിലും ഓർക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചില ഇനി വളർന്നു വരുന്നവരും പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് പറയുക, ഇപ്പം നമ്മളൊക്കെ അനുഭവത്തിൽ നിന്ന് പഠിക്കുക. അനുഭവങ്ങളില്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നു. ഏക മകൻ ഉണ്ണി ഇപ്പോൾ വിദേശത്ത് പഠിക്കുന്നു. അച്ഛനും അമ്മയും വഴിപിരിഞ്ഞെങ്കിലും ഈ മകനെന്നും ഇരുവരുടെയും ഓമനയാണ്. ഈസ് ഇൻ ചിലി, അവിടെ ജോലിയാണ്. 25 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നല്ലോ, എർത്ത് വിളിച്ചിരുന്നു. സോ ഈസ് ഫൈൻ ദർ. ഏപ്രിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ഭാരതി സൂപ്പർ ആർട്ടിസ്റ്റായിരുന്നു. ആർക്കും ആലോചിക്കാൻ പറ്റില്ല ഭാരതിയെ കല്യാണം കഴിക്കുക, ഭാരതിയുടെ കഴുത്തിലൊന്ന് മിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റില്ല. സോ ദാറ്റ് ടൈം ഇറ്റ് വാസ് എ ഗ്രേറ്റ് തിങ് അല്ലേ. ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ അഹങ്കരിക്കുന്നു അതല്ലേ. പക്ഷേ എവിടെ പോയി എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അത് എൻ്റെ കയ്യിലിരിപ്പായിരിക്കാം, ഭാരതിയുടെ കയ്യിലിരിപ്പായിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരുടെയും കൂടി കയ്യിലിരിപ്പിക്കുക. എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തില്ല? അത് നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ഇത് നാട്ടുകാരുടെ പ്രശ്നമല്ല, ഞങ്ങളുടെ പ്രശ്നമാണ്. ടോട്ടലി പേഴ്സണൽ. അപ്പോൾ ഇനിയും ഇപ്പോൾ ഇത് കാണുന്നവർ ഉണ്ടെങ്കിൽ കൂടിയും എപ്പോഴും അഡ്ജസ്റ്റ്മെൻ്റ് ആവശ്യമാണ്. കാരണം എനിക്ക് എൻ്റേതായ അഭിപ്രായം ഉണ്ടാവും, എൻ്റെ ഭാര്യയ്ക്ക് അവരുടേതായ അഭിപ്രായം ഉണ്ടാവും. അത് എത്രത്തോളം ആകാം എന്ന് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കണം. അതിനാണ് നമുക്ക് ബുദ്ധി തന്നിട്ടുള്ളത്. പെട്ടെന്ന് എടുത്തുചാടി ഒരു തീരുമാനം എടുക്കലല്ല. അഡ്ജസ്റ്റ് ചെയ്ത് ആർക്ക് വേണമെങ്കിൽ ജീവിച്ചു പോകാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരർത്ഥത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണിന്ന് സത്താർ. ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അഭിനയത്തോടുള്ള അഭിനിവേശം അടങ്ങിയിട്ടില്ല. അഭിനയത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നേടിയ ഒരാളാണ് ഇന്ന് സത്താർ. പ്രേക്ഷകർക്ക് മുന്നിൽ പുതിയ സത്താറായി എത്താനാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നെ വിളിച്ചില്ല. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി അഭിനയത്തിൽ അത്ര അധികം ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരിക്കില്ലായിരിക്കും, സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരിക്കും. അതുകൊണ്ട് എൻ്റെ വേണ്ടായിരിക്കും. എന്നെക്കാൾ നന്നായിട്ട് അഭിനയിക്കുന്ന പിള്ളേരുണ്ടല്ലോ, നാച്ചുറലി അവർ വിളിക്കുക, അത്രയേ ഉള്ളൂ. ഇത് ഒരു ബിസിനസ്സിനോ മാർക്കറ്റ് ഉണ്ടെങ്കിലേ സാധാരണ വിളിക്കാറുള്ളൂ. അതിലൊരു കുണ്ഠിതം തോന്നിയിട്ട് വിഷമം തോന്നിയിട്ട് ആർക്കും കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ എനിക്കിപ്പോൾ മാർക്കറ്റില്ല. ഇറ്റ്സ് നോട്ട് എൻ ഹിഡൻ തിങ് അല്ലേ, ഓപ്പൺ ഫാക്ട്. മാർക്കറ്റ് ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് വിളിക്കില്ല. അത്ര അതിന് എനിക്ക് ആരുടെ അടുത്തും വിഷമമില്ല. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അഭിനയിക്കും. ഞാനിപ്പോഴും ഇടയ്ക്ക് പോയി അഭിനയിക്കാറുണ്ട്. പക്ഷേ ഓഫ് കോഴ്സ് ഈ ചെറിയ പോയിട്ടൊരു അടി ഉണ്ടാക്കി ഒരു അടിയും വാങ്ങിച്ചു വരിക, അത് വയ്യ. ഒരു സുഖം തോന്നുന്നില്ല. നമുക്ക് ഏത് ജോലി ചെയ്താലും അതിനോടൊരു സുഖം തോന്നണം. അത് ഏത് ജോലിയാണെങ്കിലും ശരി, ഒരു സുഖമുള്ള ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ അതൊരു സീൻ മതി. നല്ലൊരു ക്യാരക്ടറാണെങ്കിൽ, നോട്ടബിൾ ക്യാരക്ടറാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഐ എം റെഡി. അങ്ങനെ പോകാറുമുണ്ട്. പക്ഷേ ഇപ്പോൾ ദൈവം സഹായിക്കാൻ കിട്ടാറില്ല, ഞാൻ പോയിട്ടുമില്ല. ബട്ട് സീരിയലിലാകുമ്പോൾ എനിക്ക് ഇതുപോലെ നല്ല വേഷങ്ങൾ വിളിച്ചിരുന്നു, ഞാൻ പോയി ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിനും പ്രസക്തി കുറഞ്ഞോ പിന്നീടെന്തോ ഞാൻ പോയിട്ടില്ല. ഇപ്പോഴും നമുക്കൊരു സിനിമയില്ലെങ്കിൽ രസം തോന്നുന്നതാണ്. ഇപ്പോഴും സിനിമയിൽ ഉണ്ടെന്നുള്ള ധാരണയുണ്ട് എനിക്ക്. അവിശ്വാസപ്പെടും. ഞാൻ സിനിമയിൽ നിന്ന് പോയിട്ടില്ല ഒരിക്കലും. കാരണം ചില പഴയ സിനിമകളെ പറ്റി ഓർത്തിരിക്കാൻ പറ്റും.
പ്രത്യേകിച്ചും ഈ ടി വി ഒക്കെ വന്നതുകൂടി എപ്പോഴും കാണുന്നത് നമ്മുടെ പടങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ സിനിമയിൽ നിന്ന് പുറത്തു പോയി എന്നൊരു വിശ്വാസം എനിക്കില്ല. അതുകൊണ്ടായിരിക്കും എന്നെ വേദനിപ്പിക്കാത്തത്. പിന്നെ നമുക്ക് എപ്പോഴും ഓർക്കാൻ ഈ സിനിമ തന്നെ മതിയല്ലോ. പ്രേം നസീറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാലം, മധുചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാലം, അല്ലെങ്കിൽ പിന്നെ ഷീല ചേച്ചി, ശാര ചേച്ചി, ജയഭാരതി, അതവിടെ ഭാര്യയായിരുന്നു. എന്നാൽ അതൊക്കെ നമുക്ക് ഓർമ്മകളാണ്, രസമായിരുന്നു. അന്നത്തെ ഞങ്ങളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവരും ഒരേ ഹോട്ടലിലാണ് താമസിക്കുക, എല്ലാവരും ഒരേമാതിരി ഭക്ഷണമാണ് കഴിക്കുക. ആ ഒരു ഒത്തൊരുമയുണ്ടായിരുന്നു. ഇപ്പം അതുകൊണ്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉണ്ടോ എന്ന് എനിക്കല്ലേ, ഉണ്ടാക്കുമെന്നാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് പഴയ ഒരു സുഖം ഇപ്പോഴും നമുക്ക് ഓർമ്മകളിലുണ്ട്. അത് അയവിറക്കുമ്പോൾ നല്ല മധുരിക്കുന്നുണ്ട് ഇപ്പോഴും. രജനീഷൊക്കെ പറയുന്ന മാതിരി ഓഷോ പുള്ളി പറയും, ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, പാസ് ചെയ്തുകൊണ്ട്, ഐ എം ജസ്റ്റ് പാസഞ്ചർ. ഇങ്ങനെ ഞാനും നടന്നു പോയപ്പോൾ സിനിമയിലൊരു താവളം കണ്ട് കുറച്ച് നാൾ അവിടെ നിന്നു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അയാളെ ദുഃഖിക്കാൻ എന്തായിരിക്കുന്നത്? അവിടെ കണ്ടപ്പോൾ അവിടെ സുഖമായിരുന്നു, നല്ല ഓർമ്മകളുണ്ട്, നല്ല ആഹാരം കിട്ടിയിരുന്നു, നല്ല പൈസ കിട്ടിയിരുന്നു, സന്തോഷിക്കല്ലേ വേണ്ടത്. പിന്നെ അവിടെ ദുഃഖിക്കാൻ ഒരു കാരണം ഞാൻ കാണുന്നില്ല. പിന്നെ എപ്പോഴും ഒരേമാതിരി ഇരിക്കണമെന്നുണ്ടോ? ഞാൻ 10 വയസ്സിലിരുന്ന മാതിരി അല്ല ഇപ്പോൾ, അല്ലെങ്കിൽ 20 വയസ്സിലിരുന്ന മാതിരി അല്ല ഇപ്പോൾ, അല്ലെങ്കിൽ 30 വയസ്സ്, 40 വയസ്സ്, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ. പണ്ട് ഞാൻ കണ്ടത് കടുങ്ങല്ലൂരല്ല ഇപ്പോൾ ടോട്ടലി ചേഞ്ച്. പണ്ട് കണ്ട എറണാകുളം അല്ല ഇപ്പോൾ. സോ ദാറ്റ് വി ഹാവ് ടു ഡൈജസ്റ്റ് ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ദഹിക്കാൻ, അല്ലേ? അല്ലെങ്കിൽ അജീർണമായി പോകുന്നത്. ഞാൻ അഭിനയിക്കാൻ തയ്യാർ, എപ്പോൾ വിളിച്ചാൽ റെഡി, പ്രൊവൈഡർ. എന്തെങ്കിലും ചെയ്യാനുണ്ടായിരിക്കണം, നല്ലൊരു ക്യാരക്ടറായിരിക്കണം, ഓക്കെ റെഡി, പഠിച്ച് ചെയ്യാൻ തയ്യാറാണ്. പഴയ കുട്ടികളിലേക്ക് മാറ്റി വെച്ചിട്ട് പുതിയൊരാളായിട്ട് അഭിനയിക്കാൻ തയ്യാറാണ്. പുതിയൊരാളായിട്ടൊന്നും എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടം തന്നെയാണ് എപ്പോഴും.